നമസ്കാരം, ലാലൂർ ദേവസ്ഥാനാണ്. ഇന്നും ഞാൻ വന്നിട്ടുള്ളതൊരു സംശയകരമായിട്ടുള്ളൊരു ചോദ്യത്തിനുള്ള മറുപടി പറയാൻ തന്നെയാണ്. എന്താ സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ 27-ാം തീയതി അമാവാസി പൂജയാണ്. ഈ അമാവാസി പൂജ എന്ന് പറയുന്നത് അറിയാലോ, സ്വാമിക്ക് ഒരുപാട് നൈവേദ്യങ്ങളൊക്കെ വെച്ച് വലിയ നൈവേദ്യമാണ്. ഏകദേശം ഒരു 50,000 രൂപ 60,000 രൂപയോളം ചിലവ് വരുന്ന ഒരു കർമ്മമാണ് ഈ അമാവാസി പൂജ എന്ന് പറയുന്നത്. അതായത് അലങ്കരിച്ച് സ്വാമിക്ക് വേണ്ട കള്ള്, മദ്യം, കരിക്ക്, അങ്ങനെ ഒരുപാട് നൈവേദ്യങ്ങളൊക്കെ അർപ്പിച്ച് ചെയ്യുന്ന പൂജയാണ് അമാവാസി പൂജ. ഈ അമാവാസി പൂജയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർക്ക് ഐശ്വര്യം, സർവൈശ്വര്യത്തിനൊക്കെ വേണ്ടി സർവൈശ്വര്യ പൂജ, അതുപോലെ തന്നെ അതായത് ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുമ്പോൾ ഇവിടെ ലാലൂർ ദേവസ്ഥാനത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. നൈവേദ്യ കലശം, അതായത് സ്വാമീനെ വിളിച്ചിരുത്തി സ്വാമിക്ക് നൈവേദ്യ കലശം കൊടുത്ത് പ്രീതിപ്പെടുത്താണ്ട് ഒരു കാര്യം ചെയ്യില്ല. അപ്പോൾ അത് എല്ലാവർക്കും അത് സാധിക്കണം എന്നില്ലല്ലോ. എല്ലാവരും അതുപോലെ വലിയൊരു സാമ്പത്തികമുള്ളവരല്ല. ഇവിടെ ലാലൂർ ദേവസ്ഥാനത്ത് എത്തിപ്പെട്ടുന്നുള്ള എല്ലാ 99% പേര് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടിയിട്ട് ഉതകുന്ന രീതിയിലാണ് ഈ അമാവാസി നാളിൽ ഈ കർമ്മങ്ങളൊക്കെ വയ്ക്കുന്നത്. ഒരു വശ്യകർമ്മം വയ്ക്കുന്നുണ്ട്. വശ്യം എന്ന് പറഞ്ഞാൽ തൊഴിലിനാവാം, ഏത് എന്തിനും വശ്യം ആവശ്യമാണ്. അതാണ് അതിൻ്റെ പ്രധാനം. എല്ലാവരും നമുക്ക് വശമായിരിക്കുമ്പോഴാണല്ലോ നമ്മളെ തൊഴിലിനായാലും ജീവിതത്തിലായാലും ഭാര്യയായാലും ഭർത്താവായാലും കുട്ടികളായാലും സ്കൂളിലായാലും പഠിപ്പിനായാലും എല്ലാത്തിനും ഒരേപോലെ ചെയ്യുന്നൊരു കർമ്മമാണ് വശ്യകർമ്മം. ആ വശ്യകർമ്മം കൂടിയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു ചോദ്യം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വാമി ഈ വശ്യകർമ്മം ചെയ്താൽ എൻ്റെ ഭർത്താവിന് തൊഴിലിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അത് നടക്കുമെന്നാണ് ചോദിക്കുന്നത്. കർമ്മങ്ങൾ ചെയ്യുന്നത് നടക്കാനാണ്. ഇതിനു മുൻപ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നടക്കാൻ വേണ്ടിയിട്ടാണ്. കർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഭഗവാൻ അർപ്പിക്കുന്ന നൈവേദ്യ കർമ്മങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ നൈവേദ്യങ്ങൾ അർപ്പിച്ചിട്ടാണ് കർമ്മം ചെയ്യുക. അതായത് ആദ്യം ഭഗവാനെ വിളിച്ചിരുത്തി ഭഗവാന് വേണ്ടതായിട്ടുള്ള ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കൊടുത്ത് ഞാൻ പറയാറുണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി തൃശ്ശൂർക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും. അതുപോലെ തന്നെ ഭഗവാനെ വിളിച്ചിരുത്തി ഭഗവാന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണതാണ് നൈവേദ്യ കലശം. ഈ നൈവേദ്യ കലശം എന്ന് പറയണത് നിങ്ങളുടെ പേരിൽ ഞാൻ ചെയ്യുന്ന, ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ചെയ്യുന്ന പൂജാരികൾ ചെയ്യുന്ന, അതാണ് കർമ്മം. ആ കർമ്മം അത് എന്ന് പറയണത് നിങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണത്. ശരിക്കും ഇതിൻ്റെ ഫലപ്രാപ്തി വരണമെങ്കിൽ എന്ത് വേണം? അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു ജപം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഭഗവാനെ ജപിച്ചുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഇവിടുന്ന് ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കിയാൽ കാണാം. ജപത്തിലൂടെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം. ലാലൂർ ദേവസ്ഥാനത്ത് ജപം മസ്റ്റാണ്. ജപം ചെയ്യാണ്ട് നിങ്ങൾ എന്ത് കർമ്മം ചെയ്തായിട്ടും ഇനി ലക്ഷങ്ങൾ ചിലവാക്കി കർമ്മം ചെയ്തു എന്ന് പറഞ്ഞാൽ അർത്ഥമൊന്നുമില്ല. ജപം കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഫലങ്ങളുണ്ടാവും. അല്ലാതെ ജപിക്കാണ്ട് ലാലൂർ ദേവസ്ഥാനത്ത് നിന്ന് അമാവാസി പൂജയാണ്, അമാവാസി പൂജയ്ക്ക് അതിൻ്റെ ഒപ്പം വശ്യകർമ്മം ചെയ്യുന്നുണ്ട്, വശ്യകർമ്മത്തിന് വേണ്ടി ഞാൻ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്, എൻ്റെ എല്ലാ കാര്യം ക്ലിയർ ആവും, നടക്കില്ല. അതായത് നിങ്ങളുടെ കർമ്മത്തിന്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ നൽകുന്ന നൈവേദ്യാർപ്പണമാണ് ലാലൂർ ദേവസ്ഥാനത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ. അതിൻ്റെ കൂടെ നിങ്ങളുടെ പേരിൽ വശ്യകർമ്മം, നിങ്ങളുടെ മുൻനിർത്തി വശ്യകർമ്മമാണെങ്കിൽ വശ്യകർമ്മം, എന്താണ് അശ്വരൂഢ ഹോമമാണെങ്കിൽ അശ്വരൂഢ ഹോമം, ഗണപതി ഹോമം, ഇതൊക്കെ അമ്പലങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അമ്പലത്തിൽ കൊണ്ട് കടുംപായസത്തിന് 100 രൂപയുടെ റെസീറ്റ് ആക്കിയതുകൊണ്ട് കാര്യമില്ല. ഞാൻ ഇവിടുന്ന് തന്നെ പലരോടും പറയും, ഗണപതി ഹോമം നടത്താനും ഭഗവതി സേവ നടത്താൻ പറയുമ്പോൾ നിങ്ങൾ റെസീറ്റ് ആക്കിയാൽ മാത്രം പോരാ. എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ഞാനത് കോപ്പി ചെയ്ത് വെച്ചേക്കപ്പോൾ, അതായത് ഭഗവതി സേവ ആയിക്കോട്ടെ, ഗണപതി ഹോമം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശിവൻ്റെ അടുത്ത് വിളക്കനും താരം ആയിക്കോട്ടെ, എന്ത് നിങ്ങൾ അർപ്പിക്കുകയാണെങ്കിലും അവിടുത്തെ തിരുമേനിനെ കണ്ട് മുൻകൂട്ടി ദക്ഷിണ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാം, എൻ്റെ ആവശ്യങ്ങൾ ഇതാണ്, ഇതൊന്ന് കൃത്യമായിട്ട് എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ചെയ്യും. അപ്പോൾ ആളെന്നെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരും. അതുമാത്രം പോരാ, നിങ്ങളുടെ പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിലാണ് അത് ഫലപ്രാപ്തമാവുമല്ലോ. അപ്പോൾ കർമ്മം എന്ന് പറയുന്നത് കർമ്മം ചെയ്തത് കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കുക എന്നുള്ളതല്ല. കാര്യങ്ങൾ നടത്താനായിട്ട് കർമ്മം ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിലാണ്
ജപം കൂടി ഉണ്ടെങ്കിലാണ്, ജപത്തിലൂടെയാണ് എല്ലാം നടക്കുക. ജപം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. എല്ലാവർക്കും ഇനി പറയുമ്പോൾ പറഞ്ഞ് ഇയാൾക്ക് തന്നെയുള്ളതെന്ന് തോന്നാം. അതായത് ജപത്തിലൂടെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ വരെ പണ്ട് കാലത്തല്ല ഇപ്പോഴും സന്യാസി വര്യന്മാർ കൈലാസത്തിലൊക്കെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ കൃത്യമായിട്ട് ഇവരൊക്കെ ആയിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ടെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊക്കെ പറ്റുന്നു. അതായത് നമ്മളത് കൃത്യമായിട്ട്, എനിക്കിപ്പോൾ കുറച്ചാളായിട്ട് ജപം കാര്യങ്ങളൊക്കെ ഇത്തിരി ഇതാണ്, ഇവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ നടക്കണ കാരണം ശരിക്കും കൃത്യമായിട്ട് ആ ജപിക്കാതിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ മുന്നിൽ സ്വാമി വന്നിരിക്കുന്നത് നമുക്ക് ബോധ്യം വരും. അത് നിങ്ങൾക്ക് പറഞ്ഞല്ലേ, ചിലവരൊക്കെ എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരാണ്, ഏതൊരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, ഞാൻ ജപിക്കാതിരുന്ന സമയത്ത് അവിടെ ആകെ ഇവിടെയല്ല, അതും ഗൾഫിലിരുന്നിട്ട്, അത് അവരെ ഭർത്താവാണ് ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞത്. ഞാൻ 1008 തവണ ജപിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്തോ ഒരു അദൃശ്യമായിട്ടുള്ള എന്തോ എനിക്കൊരു ഫീല് വന്നു പറഞ്ഞിട്ട്. അതൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ ഉണ്ട് 101%. അല്ലെങ്കിൽ പിന്നെ ഈ അമ്പലങ്ങളും ഇതൊക്കെ അവസാനിപ്പിച്ച് മിണ്ടാണ്ട് എല്ലാവരും ഇതൊക്കെ ഉണ്ടായി. അപ്പം ഇതൊക്കെ ഉണ്ട്. വിശ്വാസികളില്ലാത്തടത്തോളം എന്തുണ്ടാവില്ല, അമ്പലങ്ങളുണ്ടാവില്ല. വിശ്വാസമുള്ളത് കൊണ്ടും കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണല്ലോ അമ്പലങ്ങളൊക്കെ ഇത്രയും. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിന് മുൻപും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നല്ല പറയണത്. നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ കർമ്മത്തിൻ്റെ ഒപ്പം തന്നെ ജപം കൂടി ചെയ്യണം. ജപം കൂടി ചെയ്ത് ഭഗവാനിലേക്ക് അടുത്താലാണ് നിങ്ങളുടെ കാര്യപ്രാപ്തി ഉണ്ടാവുക. ഇനിയിപ്പോൾ കർമ്മം ചെയ്തില്ലെങ്കിലും ജപം ചെയ്താൽ തന്നെ പകുതി ആശ്വാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്ന് അതും കൂടി പറയാൻ ഞാൻ പിന്നെ 6 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം ഇന്ന് എനിക്കൊരു കോഴിക്കോട് നിന്നൊരു കോള് വന്നു. സ്വാമി, എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഇത്തിരി വളരെ പ്രയാസപ്പെട്ടിട്ടാണ് നടക്കണത്. ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. ടാക്സി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വണ്ടി ഒരു ഇതിന് ഓടുന്നു, എന്താ ഈ ട്രാവൽസിൽ എന്താ കണ്ട് പോകുന്നു. ഇപ്പം എനിക്ക് കുറച്ച്, അപ്പം ഞാൻ പറഞ്ഞു ഇന്ന ആളല്ലേ, അതെ താങ്കളല്ലേ കഴിഞ്ഞ തവണ ഓടിയിട്ട് പൈസ കുറച്ച് ഇട്ടുന്നുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഒരു വിഹിതം എന്ന് പറഞ്ഞിട്ട്. അതെ അതന്നെ ആളെന്നെ. ഞാൻ പറഞ്ഞു ഞാൻ മറന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ ചോദിച്ചു ജപിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് നാൾ ഈസ്റ്ററും കാര്യങ്ങളൊക്കെ ആയ കാരണം ഞാൻ ജപിക്കാം. ആൾ ക്രിസ്ത്യനാണ് കേട്ടോ, അതും പറയാം. ജപമൊക്കെ കുറച്ച് ദിവസം നിർത്തി. പിന്നെ അതിലെന്താ പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? അതായത് ജപിക്കുമ്പോൾ ഗുണം ഉണ്ടെങ്കിൽ പിന്നെ ഇതിന് നിർത്തേണ്ട ആവശ്യം. അതാണ് ഞാൻ ചോദിക്കണേ. നിങ്ങൾക്ക് ഗുണം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ജപം നിർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ജപം നിർത്തുമ്പോൾ എന്തായി? നിങ്ങളെ അവിടെ സ്വാമി നിർത്തും, നിങ്ങൾക്ക് തരണത് ആളും നിർത്തും. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾ തന്നുകൊണ്ടിരിക്കും, നിങ്ങൾ നിർത്തുമ്പോൾ ആളും നിർത്തും. അത്രേ ഉള്ളൂ. ഇത് തന്നെയാണ് ആളോടും പറഞ്ഞ മറുപടി, എനിക്ക് വിളിച്ച ആളോടും പറഞ്ഞ മറുപടി. അപ്പോൾ അതാണ് അത് മനസ്സിലാക്കിയിട്ട്, അതായത് അമ്പലങ്ങളും ഇതൊന്നും വെറുതെ ഇരിക്കുന്നതല്ല. അതൊക്കെ അതിൻ്റെതേ രീതിയിൽ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. പലരും എന്നോട് പറയും, അയ്യോ സ്വാമി ഇത് ഭയങ്കര ഇതാണ് കേട്ടോ, സ്വാമി തന്നെയാണുള്ളൂ, വിളിച്ചാൽ കൃത്യമായിട്ട് പറയണം. ഞാൻ വലിയ ആളായിട്ടല്ല പറയണേ. പലരും അങ്ങനെ വിളിച്ചാൽ തന്നെ ഫോണും കൂടി എടുക്കില്ല എന്നൊക്കെ പറയണേക്കാം. അതൊന്നും ഇല്ല. ഇവിടെ എല്ലാവരുടെ മറുപടി പറഞ്ഞു കൊടുക്കും, എല്ലാവർക്കും. ഇങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോയിലായിട്ടും എല്ലാവർക്കും കൂടിയായിട്ട് മറുപടി ആയിട്ട് പറയുകയും ചെയ്യും. ഞാൻ കൃത്യമായിട്ട് എല്ലാവർക്കും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അതിൻ്റെ പ്രകാരം മുന്നോട്ട് പോകുന്നവർക്കൊക്കെ അതിൻ്റെ ഉയർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ദൈവത്തിലേക്ക് എടുക്കുക, ജപിക്കുക, ദൈവത്തിലേക്ക് എടുക്കുക. എല്ലാവർക്കും ലാലൂർ ദേവസ്ഥാനം വിഷ്ണുമായ സ്വാമി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലാലൂർ ദേവസ്ഥാനമേ അഭയം, കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം. ലാലൂർ ദേവസ്ഥാനമേ അഭയം.